ഹായ്. ഞാൻ എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്തത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നെ ഫോളോ ചെയ്യാനല്ല. ഈ ഞാൻ ചെയ്യുന്ന വീഡിയോ മാക്സിമം നിങ്ങൾ കോണ്ടാക്ട്സിലെ എല്ലാവരും അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ. കാരണം ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ഫാമിലിയുടെ ഫ്യൂച്ചറെങ്കിലും ഈ ഫൈനാൻഷ്യൽ സ്കാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഒറ്റ കാര്യം ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഈ വീഡിയോസ് മാക്സിമം ലൈക്ക് ചെയ്താൽ ആൾക്കാർ കാണും, റീപോസ്റ്റ് ചെയ്താലും കാണും. മാക്സിമം ഷെയർ ചെയ്യാൻ അറിയുന്ന ആൾക്കോ അറിയാത്ത ആൾക്കാർക്കോ. വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ കുറെ കമ്പനിയുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരെ ഈ കമ്പനി ഞാൻ പറയുന്ന കമ്പനിയുടെയൊക്കെ എവിഡൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും കുറെ കമ്പനിയുടെ ബാക്കിലാണ്. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ച് ചൈനക്കാരാണ്. അപ്പം വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത് ഗോൾഡ് മൈൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പറഞ്ഞ കമ്പനിയാണ്. ആ കമ്പനിയുടെ ബ്രോക്കറേജ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രോക്കറേജ് നൂർ ക്യാപിറ്റൽ പറഞ്ഞ ബ്രോക്കറേജ് ആയിരുന്നു. ഈ നൂർ ക്യാപിറ്റൽ പറഞ്ഞത് UAE ഗവൺമെന്റിന്റെ ബ്രോക്കറേജ് ആണ്. SCA റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. ഇവര് നൂർ ക്യാപിറ്റൽ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഗോൾഡ് മൈൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്നത്, നമുക്കൊരു TV ഉണ്ട്. ആ TVയിൽ 5-6 കമ്പനിയുടെ പേര് കാണും. 5-6 കമ്പനി ഒറ്റൊരു മുതലാളിയാണ് ആ കമ്പനിയുടെ ഒക്കെ. ഈ കമ്പനിയിൽ പഠിച്ചവർന്ന് കുറെ കമ്പനീസ് തുറന്നത്. ഇപ്പൊ നൂർ ക്യാപിറ്റല് ഞാൻ വർക്ക് ചെയ്ത ഗോൾഡ് മൈൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഒക്കെ ബ്രോക്കറേജ് ആണ്. ഇപ്പൊ അവര് ഗോൾഡ് മൈൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇല്ലാന്ന് പറയുന്നത്. അവർ അണ്ടറിൽ ഗോൾഡ് മൈൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പറയുന്നത് UAE ക്ലയൻസിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആൾക്കാരെ പൈസ കക്കുന്നത് UAE മാത്രമായിരുന്നു. രണ്ടാമത്തേത് റോയൽ ചിറ്റാഡൽ. ആ കമ്പനി GCCയിലെ എല്ലാ കൺട്രീസിലും ഫോൺ വിളിക്കുന്നുണ്ട്, പൈസ ഇടിപ്പിക്കുന്നുണ്ട്, കക്കുന്നുണ്ട്. രണ്ടാമത്തത് സെവൻ ക്യാപിറ്റൽ. സെവൻ ക്യാപിറ്റൽ അണ്ടറിൽ വരുന്നതാണ് എക്സി മാർക്കറ്റ്. സെവൻ ക്യാപിറ്റൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഷെയിൻ്റെതാണ്. എന്റെ ബാക്കിലാണ് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഉണ്ട് ഡിജി ബിറ്റ്സ്, ബിറ്റ്മോ, പിന്നെ എക്സി മാർക്കറ്റ്, ബോളിംഗർ. നിങ്ങൾ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. ഈ കമ്പനീസിനൊക്കെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനെ ഇറങ്ങി തന്നെ. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ തെളിവില്ലാണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യം ചിന്തിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പൈസ കട്ടുകൊണ്ട് നിൽക്കുന്നത് കുറെ ഫാമിലീസിന്റെ ഫ്യൂച്ചർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെത്തുന്നു. വേറൊരു കാര്യം എന്ന് വെച്ചാല്, എനിക്ക് ജാതി, മതം, ബ്ലാക്ക്, വൈറ്റ്, റിച്ച്, പുവർ അതൊന്നും നോക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ ഒറ്റ കാര്യം നോക്കാറില്ല, നിങ്ങളുടെ കൈൻ്റെ ഉള്ളിൽ ഓടുന്ന ബ്ലഡിന്റെ കളർ എന്താ? റെഡ് അല്ലേ? എനിക്ക് കൊമ്പൊന്നുമില്ലല്ലോ, ഞാൻ സാധാരണ മനുഷ്യരല്ലേ. എനിക്ക് എല്ലാവരും എന്റെ സ്വന്തം മനുഷ്യന്മാരെ സ്വന്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. വേറൊന്നുമില്ല. എനിക്ക് വേറൊരു കാര്യം പറയാം പറ്റുമോ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ പറയാൻ പറ്റുമോ? പോട്ടെ, നിങ്ങൾ സ്വന്തമായിട്ട് ജീവനോടെ ഉണ്ടോ ഇല്ലയോ പറയാൻ പറ്റുമോ? അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. വേറൊന്നുമല്ല, കുറെ ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇവിടെ UAE നടക്കുന്നത് വലിയ കുറെ കാര്യങ്ങളാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ജീവനോട് ഉണ്ടോ ഇല്ലയോ വരെ പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. വേറൊന്നുമല്ല, ഒരു സന്തോഷം, അത്രയില്ല. കാരണം എന്ന് വെച്ചാല് വേറെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളിത് അവർ ഇന്ത്യയിലേക്ക് എക്സ്പാൻഡ് ആകാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇത്ര വലുതല്ല. ഇന്ത്യയിൽ ചെറുതായി ചെറുതായി. നമ്മള് മനുഷ്യന്മാരെല്ലാരും പൊട്ടന്മാരാണ്. ഞാനില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാല് നമ്മള് ചെറിയൊരു നല്ലൊരു കാര്യം കണ്ടാൽ ഭയങ്കര നല്ലതാന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ ബാക്കിൽ വരുന്ന വർക്കുകാരും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോ വീഡിയോ ചെയ്യുന്നത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നില്ല ഇതിൽ നിൽക്കും. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ വേറെ കാര്യത്തിൽ ബിസിയായി, പിന്നെ കാര്യം മറന്നുപോയി. ഞാൻ ഒരു പൊട്ടനാന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കും, ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെല്ലോ കാര്യം ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. പക്ഷേങ്കിൽ ഞാൻ ഇതിന്റെ ബാക്കിൽ തന്നെ നിൽക്കും. സിംഗിൾ ആണ് ഹാപ്പി എന്ന് പറയും.
അതായത് ഞാൻ എന്റെ കൂടെ ആരും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കൂടെ അന്നുണ്ട്, വേറൊന്നും വേണ്ട എനിക്ക്. അൽഹംദുലില്ലാ. പിന്നെ വേറെന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാന് നിങ്ങൾ എല്ലാവരുമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ എന്നെ ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അത് എനിക്ക് ഹെൽപ്പിനോ അല്ല ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് നമ്മൾ മനുഷ്യന്മാർക്ക് സ്വന്തമായിട്ട് കൊള്ളാണ്ട് ഒന്നും പഠിക്കൂല. നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഒഴിവാക്കി, അതിനുശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൽ പെടാണ്. അന്നേരം നിങ്ങൾ ചിന്തിക്കാൻ, ആ അവനന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെ അന്ന് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇതേപോലെ നിങ്ങൾ ചിന്തിക്കുക ചെയ്യും. നമ്മൾ പണ്ട് ആരെല്ലാം പറഞ്ഞു, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. വണ്ടിയാണ്, തേങ്ങയാണ്, ഒന്നുമില്ല. നിങ്ങളിപ്പോ ചിന്തിക്കുന്നതിന് പകരം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. ഇൻഷാ അല്ലാഹ്. ബൈ.